മാർക്കോ എന്നുള്ള മലയാള സിനിമ കാണാനായിട്ട് വനിത സ്ക്രീൻ 2 വന്നിരിക്കുകയാണ്. മേപ്പടിയാന് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ബ്രോ കലക്കി നിങ്ങൾ കസറി കിഡിലൻ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ തുടങ്ങി ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ദൈവമേ പാളിയാ അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ കിഡിലെ ഹൈ മൊമെൻറ്റ്സ് വന്ന് വീണ്ടും പടം ഒന്ന് ഡൗണായി, വേറെ ലെവല് കുറച്ച് ഹൈ മൊമെൻറ്റ്സ് വരും, വീണ്ടും ഫ്ലാറ്റായി, അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ആയപ്പോഴേക്കും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇങ്ങനെ ഇതെന്താ പടം ഇങ്ങനെ പോകുന്നത്, അതായത് ഒരു സൈൻ വേവ് പോലെ ഇങ്ങനെ ഹൈ ലോ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഉണ്ണിമുകുന്ദൻ വരുന്ന എല്ലാ സീനും കിടും കേട്ടോ, അത് വേറെ കേസ്. സെക്കൻഡ് ഹാഫ് എൻ്റെ അളിയ 2 വില്ലന്മാർ വന്നിട്ടുണ്ടല്ല, സെക്കൻഡ് ഹാഫ് വേറെ സീനാക്കും. അതിനകത്ത് ഇയാളുടെ പേരെടുക്കി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, കബീർ ദുഹാൻ സിംഗ്. എൻ്റെ പൊന്നു എന്തൊരു പെർഫോമൻസ് ആണ്. കൊടൂര വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാണ് കൊടൂര വില്ലൻ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി വന്നപ്പോൾ തൊട്ട് സിനിമ വേറെ ലെവൽ ഹൈയിലേക്ക് പോയി. വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസിൻ്റെ അയ്യങ്കളിയാണ്, വേറെ ലെവൽ. പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരു മലയാള സിനിമ. ഇനി ഇതുപോലൊരു വയലൻസ് മലയാള സിനിമ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുള്ള തിയേറ്ററിൽ. കാരണം അമ്മാതിരി വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഓഫ് ഓൾ വയലൻസ് മൂവീസ് ഇൻ മലയാളം, പ്രോബബ്ലി മോസ്റ്റ് വയലൻറ്റ് മൂവി ഇൻ ഇന്ത്യ എന്ന് തന്നെ ഞാൻ പറയും. അമ്മാതിരി വയലൻസ് കില്ലിലെ വയലൻസോ അല്ലെങ്കിൽ ആനിമലിലെ വയലൻസോ ഒന്നും അല്ല. ആനിമൽ കണ്ടിട്ട് കിളിയും ബോധവും പോയ ആൾക്കാരൊക്കെ വയലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടിടത്ത് എഴുന്നേക്കില്ല ചിലപ്പോൾ. അമ്മാതിരി വയലൻ്റ് പടം വേറെ ലെവലിൽ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. വേറെ ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവൽ. എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, മസ്റ്റ് വാച്ച്. ഈ സിനിമ ഐമാക്സിൽ DMR ചെയ്ത് ഐമാക്സിൽ കൊണ്ട് ഇട്ടാൽ ചിലപ്പോൾ ഐമാക്സിൻ്റെ സ്പീക്കർ അടിച്ചു പോകും. ആ ലെവലിലാണ് സൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊരു കിഡിലൻ അറ്റ്മോസ്മിക്സ്, കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ അറ്റ്മോസ്മിക്സ്. രവി ബസ്രൂറിൻ്റെ മ്യൂസിക് കിടു. സിനിമാറ്റോഗ്രാഫർ എനിക്ക് പറയാൻ പറ്റുള്ളൂ ചന്തു സെൽവരാജ്. എൻ്റെ അളിയ നിങ്ങൾ എന്താണോ എടുത്ത് വെച്ചിരിക്കുന്നത്, വേറെ ലെവൽ സിനിമാറ്റോഗ്രാഫി, വേറെ ലെവൽ. ഡയറക്ഷനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 കാര്യം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ. 2 കാര്യം. അത് ഞാനിവിടെ എന്തായാലും ഞാൻ തുറന്നു പറയും. ഒന്ന്, ഇതിലെ നടി. 2 നടിമാരുണ്ടായിരുന്നു. ഒരു നടി മലയാളിയായിട്ടുള്ള നടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഗർഭിണിയാവുന്ന ഒരു നടിയുണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ യുക്തി തരേജ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, എന്തൊരു വെറുപ്പിക്കലായിരുന്നു അറിയാമോ. ഉണ്ണിമുകുന്ദൻ്റെ ഗേൾഫ്രണ്ട്, ഫിയാൻസി ആയിട്ടുള്ള ക്യാരക്ടർ, എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു ഫാക്ടറും ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെടാതെ ഉള്ളൂ. അത് അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹമാണെന്നുള്ള അറിഞ്ഞിട്ട് എനിക്ക് ഞെട്ടലായിരുന്നു. അത് കട്ട്സ് ചെയ്ത ആളുടെ കുഴപ്പമാണോ എഡിറ്ററിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. ദിസ് മൂവി ഈസ് എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു സംഭവം എനിക്ക് അത്ഭുതമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ അവിടെ തുറന്നു പറയണം. സോറി ബ്രോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുന്നുള്ളൂ. ഈ 2 കാര്യം മാത്രമേ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെടാതെ ഉള്ളൂ. സിനിമ നല്ല അടിപൊളി ഫ്ലോയിൽ വേറെ ലെവൽ വിഷ്വൽസും വേറെ ലെവൽ മ്യൂസിക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രപ്റ്റ് കട്ട്സ്, അതായത് ഒരു സീൻ തീരുന്നതിന് മുന്നേ, മ്യൂസിക് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേയൊക്കെ വെറുതെ കുറേ കട്ട്, ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര അരോചകം. ഒന്ന് മൂഡ് പിടിച്ച് വന്ന് അതിലേക്ക് ഇങ്ങനെ ആയി വരുമ്പോഴേക്കും ഉണ്ണിമുകുന്ദനാണെങ്കിൽ മൂട്ട ലുക്കാട്ടാണ്, ഒരു രക്ഷയില്ല. ഒരുമാതിരി ജോൺ വിക്ക് ലെവല് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഹിറ്റ്മാൻ ലെവൽ രീതിയിലാണ് ആളുടെ ഡ്രസ്സിങ്ങും ഒക്കെ, വരവൊക്കെ വേറെ ലെവലാണ്. സിഗാറൊക്കെ വലിച്ച് വേണ്ട ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അതിലിങ്ങനെ സ്ലോ മോഷൻ കടിച്ച് വരുമ്പോഴേക്കും ഉണ്ടല്ല, ക്യാമറ മാറുമ്പോഴേക്കും ഒരു വൃത്തികിട്ട കട്ട് വന്നിട്ട് മ്യൂസിക്കൊക്കെ മാറി സിനിമയുടെ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുന്ന പോലത്തെ രീതിയിലൊരു എഡിറ്റിങ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രം ആ ഒരു സാധനം ഈ നടിയുടെ വെറുപ്പിക്കലും എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ. അതല്ലാതെ സിനിമ വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന പടം സെക്കൻഡ് ഹാഫിൽ അടിച്ച് റോക്കറ്റ് വേറെ ലെവലിൽ പോയി.
സെക്കൻഡ് ഹാഫ് കണ്ടു തീർത്തതിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പമ്പടപ്പം അമ്മാതിരി അഡ്രിനാലിൻ റഷ് വയലൻ്റ് പടം, അമ്മാതിരി സാധനം. ഉണ്ണിമുകുന്ദൻ എന്നുള്ള നടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ വേണമെങ്കിൽ പറയും. അത്രയും കിടിലാണ്, അത്ര കിടില്. 100% നീതി പുലർത്തി ഇവർ പറഞ്ഞ സംഭവത്തിനോട്. മോസ്റ്റ് വയലൻ്റ് ഫിലിം എന്ന് അവർ ആ ടാഗ് അവർ പറഞ്ഞത് തള്ളല്ല, അമ്മാതിരി ലെവലിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, കിടിലായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, കിടിലായിട്ടുണ്ട്. ഇതുപോലുള്ള സിനിമകൾ ഇനി വരുമോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇത് വലിയ വിഷയമാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സിനിമ വലിയ വിഷയം. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലർക്കും തല ഇറങ്ങും. ഫാമിലി ഓഡിയൻസൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനകത്തൊരു സീനുണ്ട്, ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് ഒരു ചെറിയ കൊച്ചിൻ്റെ തല അടിച്ച് പരത്തണത്. അത് അങ്ങനെയൊക്കെ, അതൊക്കെ ഒരു സാധനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ കണ്ടപാന സാധനങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു പർട്ടിക്കുലർ ഒരു 20 മിനിറ്റ് ഉണ്ട്. 2 വില്ലന്മാർ ഇവിടെ ഒരു അറ്റാക്ക്, ഒരു വീട് കയറിയിട്ടുള്ള എന്താണ് സംഭവം എന്ന് ഞാൻ പറയാനുള്ള. പക്ഷേ എൻ്റെ മോനെ ദാറ്റ് 20 മിനിറ്റ്സ് വാസ് പീക്ക് സിനിമ. കൊടൂര വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അതുപോലെ ഇതിനകത്ത് കുറേ ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ട്, വേറെ ലെവൽ. ഗിവിങ് ഹോമാച്ച് ടു പല പല സിനിമകൾ, കൊറിയൻ സിനിമകൾ. പിന്നെ ആ റെയ്ഡ് സിനിമേനെ എനിക്കൊന്ന് ഹൊമാജ് ചെയ്താന്നുകൊണ്ട് ഒരു സീനുണ്ട്. ഉണ്ണിമുകുന്ദൻ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫോട്ടോ കൊച്ചിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൊന്നു മുകളിലേക്ക് കയറി വരുന്നത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലം, രോമം എഴുന്നേറ്റ് വെക്കും, കിടിലം സാധനം. അതൊക്കെ വേറെ ലെവലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കിടിലൻ സീൻസും എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ലേ, വേറെ ലെവൽ ഹൈ സീൻ വരും, ഒന്ന് പടം താഴെ പോകും, വേറെ ലെവൽ ഹൈ സീൻ വരും, ഒന്ന് താഴെ പോകും. ബേസിക്കലി ഇതിനകത്തൊരു പാസം സംഭവം ഉണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് എന്നൊക്കെ തോന്നുമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ പാസം കാരണം ഈ മനുഷ്യൻ ഉണ്ണിമുകുന്ദൻ്റെ ഇങ്ങനത്തെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എൻ്റെ അമ്മോനെ, അത് വെറുതെ ഇവിടെ ജോൺ വിക്ക് ലെവലായിട്ട് വരുന്നുണ്ട്. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ഷെഡ് അറ്റ് ഇറ്റ്സ് പീക്ക്. ഉണ്ണിമുകുന്ദൻ, മൈ ബ്രദർ, യു ജസ്റ്റ് മെയ്ഡ് മൈ ഡേ ബ്രോ. കിടിലം പെർഫോമൻസ്, കിടിലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ എം സോ ഹാപ്പി. പിന്നെ ഹനീഫ് അദീനി എന്നുള്ള ഡയറക്ടറിനോട് ഐ റെസ്പെക്റ്റ് യുവർ ഗട്ട്സ് ടു ഡൂ ദിസ് മൂവി ആൻഡ് ദ പ്രൊഡ്യൂസർ. ഇങ്ങനൊരു സിനിമ മലയാളി ഓഡിയൻസും ഇന്ത്യൻ ഓഡിയൻസിലേക്ക് കൊണ്ടുവന്ന് തന്നതിന്. കാരണം നിങ്ങളുടെ ആ ഒരു ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു തരുന്നു. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് പറഞ്ഞിരിക്കും. ഇതിന് മുന്നേയുള്ള നിങ്ങളുടെ കുറേ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് പൊളിച്ചടുക്കി മക്കളെ, പൊളിച്ചടുക്കി. കിടില സാധനം. ഷമീർ മുഹമ്മദ്, ഐ ഡോണ്ട് നോ ബ്രോ. ഞാൻ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഐ ജസ്റ്റ് ഡോണ്ട് നോ വാട്ട്. ഇനി നിങ്ങൾ മറ്റേ സെൻസറിങ്ങിന് കൊടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണോ, വാട്ട് ഹാപ്പൻ ബ്രോ, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു സിനിമയിൽ എനിക്ക് ആകെ അരോചകമായി തോന്നിയ 2 കാര്യങ്ങൾ, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവം, അത് എന്താ കുഴപ്പമെന്ന് ഞാൻ അങ്ങനെ പറയാൻ വേറെ ഒന്നും വെച്ചിട്ടില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേര് അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഇങ്ങനെ സിനിമ കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞായിരുന്നു അവർക്കും അത് തന്നെ ഫീലായി എന്നുള്ളത്. അത് ഇത്രയും രസമായിട്ട് ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമില്ലാതെ, ഒരു ബന്ധമില്ലാത്ത, ഫ്ലോ ഇല്ലാത്ത രീതിയിലുള്ള കട്ട്സ്, അത് ഭയങ്കര ബോറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞേട്ടാ. അത് ഒഴുകി നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ നടിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ 2 കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാർക്കോസ് വൺ അമേസിങ് തിയേറ്റർ വാച്ച്, എസ്പെഷ്യലി ദ സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഇസ് ലൈക്ക് വേറെ സീൻ. ഫസ്റ്റ് ഹാഫ് ഒരു 60 ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് 99. അമ്മാതിരി സാധനം. കിടിലം പടം അടിപൊളി എന്ന് പറഞ്ഞാൽ തിയേറ്റർ പൂരപ്പരമ്പാക്കും സെക്കൻഡ് ഹാഫ്. പക്ഷേ ഫാമിലി ഓഡിയൻസിൻ്റെയൊക്കെ കിളി പറയും. പിന്നെ എടുത്തു പറയണം, ചെറിയ രീതിയിൽ പോലും വയലൻസ് പറ്റാത്തവർ, ഗോറ് പറ്റാത്തവരുണ്ടെങ്കിൽ ആ 7 അയലത്തേക്ക് പോകാൻ നിൽക്കണ്ട ഈ സിനിമയുടെ. കാരണം നിങ്ങളുടെ തല ചുറ്റും അതിനുള്ള സാധനം ഈ പടത്തിലുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ആക്ടിങ്, കിടു വരുന്നുണ്ട്, കിടിലം, അടിപൊളി. ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുമ്പോഴല്ലോ, നമ്മൾ ഓൾറെഡി മറ്റേ ലീല എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനകത്ത് ജഗദീഷ് ചേട്ടൻ്റെ പെർഫോമൻസ്, അത് സ്റ്റുഡ് ഔട്ട് ഫോർ മീ. അത് വേറെ ലെവൽ സാധനമായിരുന്നു. ഇതിനകത്തും ഹീസ് നോ ലെസ്, ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ്. പിന്നെ ആൻസൺ പോൾ എന്ത് ലുക്കാതെ വെച്ചാൽ നിങ്ങളെ കാണാനായിട്ട്. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. ഇന്ന് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സിനിമ ഫുള്ള് ക്രെഡിറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടേ നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്.
അപ്പോൾ ആ സീനൊക്കെ സംഭവിക്കുന്ന മുന്നേ തന്നെ ആൻസൺ പോൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മീഡിയക്കാർ അവരൊക്കെ കൂടെ കയറി വന്ന് ഈ ആ ഒരു എൻ ക്രെഡിറ്റ് സീൻ, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ ഒരു വൈബ് നശിപ്പിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ആൻസൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആൻസൺ വന്നുകൊണ്ട് അതിന് പിന്നാലെ ഇവരും കൂടി വന്നുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ സിനിമ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം അത് മൊത്തം കണ്ട് തീരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കൂടെ ഞാൻ പറയണേ. കാരണം ആ ഒരു ടെയിൽ എൻഡ്, ആ ഒരു സീനും കൂടെ കണ്ടതിന് ശേഷം ആൾക്കാർ പുറത്തേക്ക് എന്തായാലും വരുമല്ലോ. എനിക്കറിയാം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്നുള്ളത്, എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് പ്ലീസ് അതും കൂടി ഒന്ന് ആൾക്കാർ കണ്ട് തീർത്തതിന് ശേഷം നിങ്ങൾ തിയേറ്ററിനകത്തേക്ക് കയറി വന്നാൽ മതി എന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് ആൾക്കാർ അത് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞു. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മര്യാദയ്ക്ക് എൻജോയിങ് ചെയ്യാൻ പറ്റിയതില്ല എന്നുള്ളൊരു കാര്യം കുറേ പേര് പറഞ്ഞു. എനിക്കും അത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കിടിലം പാടോടെ അടിപൊളി. ഈ ക്രിസ്മസ് ഒരു ദീപാവലി ആയിട്ടുണ്ട്. ഇന്നലത്തെ റൈഫിൾ ക്ലബ്ബും ഇതും എല്ലാം കിടിലൻ തിയേറ്റർ വാച്ച്. ഇനിയും വേറെ പടങ്ങൾ കാണാനൊക്കെ കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. പക്ഷേ മാർക്കോ is one amazing violent movie, especially the second half. വേറെ ലെവൽ സെക്കൻഡ് ഹാഫ് കിടിലൻ. ഉണ്ണിമൂന്തൻ എന്നുള്ള നടനെ നമുക്ക് ഒരു ജോൺ വിക്ക് സ്റ്റൈൽ മൂവിയിലോ അല്ലെങ്കിൽ ജെയിംസ് ബോണ്ടായിട്ടൊക്കെ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹിറ്റ്മാൻ്റെ റോളിലൊക്കെ. കാരണം ഉണ്ണിമൂന്തൻ അങ്ങനത്തെ ഒരു മെറ്റീരിയലാടേ. ഒയ്യോ എന്ത് രസമെന്ന് പറയാൻ പുള്ളീനെ കാണാൻ, എന്ത് ലുക്കാടേ. എനിക്കിഷ്ടപ്പെട്ട്. കിടിലൻ ലുക്കും കോസ്റ്റ്യൂംസും, ഹൂവർ ഡിഡ് ദ കോസ്റ്റ്യൂംസ് സ്മൂത്ത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കിടിലൻ പടം. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ കുറേമാര് വരും ഇപ്പം ഞാനിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സമാജം സ്റ്റാർ ഫാൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പോടെ. എനിക്ക് പുല്ല അത് പറഞ്ഞേ. കാരണം നല്ലതിന് നമ്മൾ നല്ലതെന്ന് പറയും. മേപ്പടി ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ ജയഗണേഷ് വന്നപ്പോഴും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഇഷ്ടപ്പെടുന്നു തന്നെ പറയും. ഞാൻ ആരുടെയും ബ്ലൈൻഡ് ഫാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതം വെച്ചിട്ട് സിനിമയെ കാണുന്ന ആളെ അല്ല. അങ്ങനെയുള്ള കുറേ പോഴന്മാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഞാൻ ഈ മതവും രാഷ്ട്രീയവും ഉള്ളിലേക്ക് എടുക്കാത്ത ആളാണ്. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് എടുക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് നടൻ്റെ ആണെങ്കിലും സിനിമ പോയി കാണും. ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെന്നില്ല എന്ന് പറയും. തുറന്നു പറയുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടുവച്ചാൽ മതി. ഇപ്പോൾ കുറേ പേര് ഞാൻ ടെർബോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ലാലേട്ടൻ ഫാനാക്കി. ഇതേ ഞാൻ തന്നെ ബ്രഹ്മയുഗം 3 തവണ തിയേറ്ററിൽ പോയി കണ്ടാണ്. ഇതേ ഞാൻ തന്നെ മമ്മൂക്കയുടെ പല സിനിമകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെടുത്ത് വന്ന് വിളമ്പാൻ ഉള്ളൊരു സ്ഥലമല്ല ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ആരാണ്, എന്തൊക്കെ ഇതിന് മുന്നേ പറഞ്ഞുള്ളൂ എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനിഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതുകൂടെ ഞാൻ പറയുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ടാവുമായിരിക്കാം. വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾ ഇന്ന സ്റ്റാറിൻ്റെ ബ്ലൈൻഡ് ഫാനോ അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലോട്ടൊന്നും ആക്കാൻ നിൽക്കരുത്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ ഐ റെസ്പെക്റ്റ് ഇറ്റ്. പക്ഷേ മറ്റുള്ളവരോട് കാണാൻ പാടില്ല അമ്മ അതിൽ ഡയലോഗൊന്നും ഇറക്കരുത്. അങ്ങനെയൊക്കെ ഓരോ കുണയന്മാർ വന്ന് കമൻ്റ് അടിക്കാണ്ട് അട്ടിച്ച് ഞാൻ തൂക്കും. കാരണം കാണാൻ പോകണവർ കാണട്ടെ. ഇപ്പോൾ ഞാൻ പോലും പറയാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണമെന്നൊക്കെ ഒരുപാട് സിനിമകൾ പറയാറുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അത് മോശം പടം ആവില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്തോരം പേർക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹിറ്റായില്ലേ. എൻ്റെ അമ്മയ്ക്കും വൈഫിനൊക്കെ ഇഷ്ടപ്പെട്ടുള്ള പടമല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്തായാലും ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പെരുത്ത് ഇഷ്ടപ്പെട്ടു. അത് ഞാനിവിടെ പറയുന്നു. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം, പക്ഷേ അത് മാന്യമായിട്ട് പറയണം. എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ വേണം പറയാനിടെ. അല്ലാതെ ആരും പോയി കാണരുത്, ഇമ്മാരി കച്ചറ പരിപാടിയൊന്നും ചെയ്യരുത്. അത് ഞാനിവിടെ പറയുന്നു. എന്തായാലും ഉണ്ണിമൂന്തൻ യു റോക്ക്ഡ് മാൻ. ഇത്ര എനിക്ക് പറയാനുള്ളത്. കിട്ടില്ല. ആൻഡ് ആ വില്ലൻ ഒന്നുകൂടി ഞാൻ പുള്ളിയുടെ പേരെടുത്ത് പറയാണ്, കബീർ ദുഹാൻ സിംഗ്. പിന്നെ ഒരു മച്ചാൻ കൂടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജഗദീശ്വരൻ്റെ മോനായിട്ട്. ആളുടെ പേര് ഒരിടത്തും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇത് പറയാൻ മറന്നുപോയി. ഇതിനകത്ത് വേറെ ആളുണ്ട്, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അഭിനയിച്ചിരിക്കുന്ന, ഉണ്ണിമൂന്തൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾ സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ ആക്ടർ ഡോക്ടറും ഇതിനകത്ത് ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു. ഇതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും കിടിലൻ പടം.